ഓക്കെ, സോ എന്താണ് നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് താറാവ് റോസ്റ്റ്. താറാവ് റോസ്റ്റ്. അപ്പൊ ഇത് തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള താറാവ് റോസ്റ്റ്. അപ്പൊ ഇതിനകത്ത് വേണ്ടിയ സാധനങ്ങളൊന്നും പറയാം. വേണ്ടിയ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. അപ്പൊ എത്ര സവോള എടുത്ത് വേണം? സവോള ഒരു മിനിമം ഒരു 5 എണ്ണം. 5 സവോള. 5 സവോള. ഉരുളക്കിഴങ്ങ് ഒരു 2 എണ്ണം. 2 ഉരുളക്കിഴങ്ങ്, അത് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്. പിന്നെ ക്യാരറ്റ്, പിന്നെ പച്ചമുളക്. പച്ചമുളക് ഇത് ഒരു 3 എണ്ണം മതി. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അപ്പൊ ഇത് എന്തോരം ജിഞ്ചറും എന്തോരം ഗാർലിക്കും ഉണ്ടാവും? ജിഞ്ചർ 25 ഗ്രാം. 25 ഗ്രാം. ഓക്കെ, ഒരു കിലോ താറാവിനാണെങ്കിലാണ് ഈ പറയുന്നത്. അപ്പൊ ഇതൊരു 1.5 കിലോ. ഒരു താറാവ് എന്ന് പറഞ്ഞാൽ 1.5 കിലോ. സോ ദിസ് ഇസ് about 1 duck which is about 2.5 to 3 pounds. In our Indian style, if you say, this is about 1.25 kg. So that's 5 large onion. This is the size of the onion, right? 5 onion, 3 green chilies. എന്തോരം ക്യാരറ്റ് എടുത്തു? ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത്. അത് എന്തിനാ ചേർക്കുന്നത്? അത് ഇതിന്റെ ഈ കൂടുതൽ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ. സോ റിച്ച് ഇൻ ഫ്ലേവർ, ഗ്രേവിക്ക് നല്ല റിച്ച്നെസ് കിട്ടാനായിട്ട് ഒരു ക്യാരറ്റ് ചുമ്മാ ചേർക്കുള്ളൂ, അരച്ചൊന്നും ചേർക്കലല്ല. അത് ഇതിനകത്ത് സാധാരണ പേസ്റ്റ് രീതിയിൽ നമ്മൾ കുക്കറായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കഴിയുവാണെങ്കിൽ അതങ്ങ് അലിഞ്ഞ് ചെയ്യും. ഓക്കെ, സോ when the process is we're going to be cooking this in the Indian cooker. So once that we our pressure cooker, so when we put all these potatoes and carrots in, it will actually mash in well with the gravy, which gives us richness, more thickness into the gravy. So നമുക്ക് നോക്കാം ഇനി മസാലസ്. എന്തൊക്കെ മസാലകളാണ് പറയുന്നത്? സാധാരണ ഇതിനായിട്ട് ഏറ്റവും കൂടുതൽ വേണ്ടത് മല്ലിപ്പൊടിയാണ്. കൊറിയാൻഡർ പൗഡർ, പിന്നെ കുരുമുളക്, ബ്ലാക്ക് പെപ്പർ പൗഡർ, പിന്നെ ടർമറിക് പൗഡർ, പിന്നെ ഉപ്പ്. സോ മസ്റ്റർഡ് ആൻഡ് സോൾട്ട് ടു ടേസ്റ്റ്. ഇത് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്തോരം വേണമെന്ന് പറഞ്ഞു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് 25 ഗ്രാം ആണ്. ജിഞ്ചർ ഗാർലിക് വരുന്നത് 25 gram. So 25 grams of ginger and 25 grams of garlic. അതിനെ അരച്ച് പേസ്റ്റ് ആക്കി. അത് രണ്ടും അരച്ച് പേസ്റ്റ് ആക്കി. ഓക്കേ, അപ്പോൾ ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ? ഇതിന്റെ കൂട്ടത്തിൽ ഹോൾ സ്പൈസസും ചേർക്കുന്നുണ്ടോ? അപ്പോൾ എന്തൊക്കെയാണത്? ഇത് സാധാരണ നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതിനകത്ത് കയറുന്നുണ്ട്. അപ്പൊ ഇതൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ല ഒരു. അപ്പൊ ഗരം മസാലയുടെ കൂട്ടായിട്ട് വരുന്നത് തക്കോലം, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, മുഴുവനോടെയുള്ള കുരുമുളക്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഗരം മസാല ഫോർ ഡക്ക്. ഇതെല്ലാം ഇപ്പം മിക്സ് ഇതിപ്പം നമ്മൾ കുക്കറെ വെച്ച് കഴിയുമ്പോൾ ഇതിന്റെയൊക്കെ കുറച്ചേ ഉള്ളൂ ഇടാൻ പറ്റും. ബാക്കി ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഹോൾ സ്പൈസസ് എപ്പോഴും ചേർക്കാം. ഇത് ഇപ്പം ചേർക്കണമെങ്കിൽ ഇപ്പം ചേർക്കാം. അപ്പൊ അത് ആ കൂടത്തിൽ തന്നെ മിക്സ് ചെയ്യും. So that is for duck roast. What he is going to be using is whole garam masalas. For that he has taken star anise, cardamom, cinnamon, black pepper and cloves. അപ്പൊ ഇനി നമുക്ക് നോക്കാം ഇത് എങ്ങനെയാ ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുക്കറിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു. So he has already put coconut oil in there. It's fresh coconut oil, so it's a large can, which it's impossible to show on the camera. So he has just poured maybe roughly a tablespoon and a half of coconut oil. This is organic duck. അല്ലേ, ഇത് നാടൻ കോഴിയാണ്, താറാവല്ലേ, നാടൻ താറാവ്. ഇത് കുക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കുമായിരിക്കും? ഒരു 3/4 മണിക്കൂർ. അരമണിക്കൂർ മതി. കുക്കറിലാണെങ്കിലും അത്രയും സമയം. ഓക്കെ, അപ്പൊ എത്ര വിസിലായിരിക്കും അത്? വിസിൽ ഒരു 4 വിസിൽ. ഓക്കെ, സോ ദാറ്റ്സ് 4 whistles in the pressure cooker. Cooking time is about 45 minutes total. ഇതിപ്പോ എത്ര പേരെ കഴിപ്പിക്കും ഇത്രയും ഇറച്ചി എന്ന് പറഞ്ഞാൽ? 4-5 പേരുള്ളൂ. 4-5 പേര് അല്ലേ, ഡിപ്പെൻഡിങ് ആണ് നമ്മൾ എന്തോരം കഴിക്കുന്നതനുസരിച്ച് അല്ലേ. ഇതിപ്പോ ചപ്പാത്തിയുടെ കൂടെയാണോ അപ്പത്തിന്റെ കൂടെയാണോ? സാധാരണ ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ഓക്കെ. പിന്നെ
സാധനം ഒരു സാധനം ഒരാൾക്ക് തന്നെ തികയത്തില്ലായിരിക്കും. അതെ, അത്രയ്ക്ക് ടേസ്റ്റ് ആണോ ചേട്ടൻ ഉണ്ടാക്കുന്നതിന്? അത്രയ്ക്ക് ടേസ്റ്റ് ആണോ? Okay, he's claiming that his duck roast is very famous here, so usually one person can eat a whole duck. Let's see. So into the cooker it goes. The tablespoon പറയുകയാണെങ്കിൽ എന്തോരം tablespoon ആയിരിക്കും? 1.5 tablespoon. ഇത് മുഴുവൻ യൂസ് ചെയ്യോ? ഈ പേസ്റ്റ് ആക്കിയിരിക്കുന്ന മുഴുവൻ യൂസ് ചെയ്യോ? പേസ്റ്റ് ആക്കിയിരിക്കുന്നത് മുഴുവൻ യൂസ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് നമുക്കൊരു ഇതുണ്ട്, ഒരു മിനിമം ഒരു കണക്കുണ്ട്, അതിൻ്റെ രീതിയിലുള്ള ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതിനകത്ത് കുറച്ച് സവോള ഇപ്പൊ ചേർക്കാണ്. സോ ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. എന്തോരം ഗ്രീൻ ചില്ലി, മൊത്തം ഗ്രീൻ ചില്ലി ഇപ്പൊ ചേർക്കുമോ? ഇപ്പം ചേർക്കുന്നതിന് കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ മിക്സിക്ക് വന്നു കഴിയുമ്പോൾ ഇത് ഏറെക്കുറെ ഒരു പേസ്റ്റ് രീതിയിലാവും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതിന്റെ ഈ നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടെ വന്നു കഴിയുമ്പോൾ അതിന്റെ സത്തിറങ്ങി ആയിക്കോളും. So he's adding a bit of potato and carrot into the cooker because he wants to get those juices out. The potato and carrot has to mash in well with the gravy. So therefore he's already adding just a handful of potatoes and carrot in there along with all the green chilies and few slices of onion. Turmeric powder. അപ്പോൾ ഇതൊരു 1 teaspoon. 1 teaspoon. പിന്നെ ഒരു 1 tablespoon of coriander powder. കുരുമുളകുപൊടി. Black pepper powder. Black pepper എന്തോരം വേണ്ടി വരും? ഒരു 1/4 സ്പൂൺ. 1/4 spoon. Okay, so that is 1 teaspoon. 1 teaspoon of black pepper. പിന്നെ ഇനിയിപ്പം കറുവപ്പട്ട ഇത് ഇട്ട് mix ചെയ്യണം. So he's going to freshly ground the masalas. Okay. So he didn't fine paste it, the garam masala. He would just smash them so that it does blend in well. Okay. Salt to taste. Okay. So salt ആവശ്യത്തിന്. കറിവേപ്പില ഇപ്പൊ ഇടുവോ? കറിവേപ്പില ഇടാം. Beautiful. I like that. Lots of green. That's curry leaves, fresh curry leaves. Into that, he's going to pour in a little bit of water. How much of water is that? Oh. That's about 5 tablespoons. 5 tablespoonful of water, and mix well. ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ? അധികം സമയം ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നു. ഇല്ല. So that's how you close an Indian cooker, pressure cooker. And then ഇത് medium heatലാണ്. എത്ര ഹീറ്റിലാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്? Medium flame. So he's going to cook this for on a medium heat for about until he hears 4 whistles. Okay? It's been 45 minutes. We are going to check on our duck. നമുക്ക് തുറന്നു നോക്കാം. Okay. So if you can see this color, it's somewhat yellow. That's because he hasn't put in any red chili powder. It's just the coriander and turmeric, and he's just checking if the duck is cooked. It's all well cooked. So he's going to transfer everything that is in the pressure cooker onto an Indian pot. This is called an urli. This is aluminum urli, and he's going to pour in some coconut oil. So he just poured in about 2 tablespoons of coconut oil. It's fresh coconut oil. It's a large can, so it's hard for us to pick it up. 2 of us has to help to pour it into that. They could transfer it to a smaller container, but then they feel that airtight container seals its flavor in, so they don't transfer it to elsewhere. So now the oil is really warm. Okay, he's putting in 1.5 spoonful of mustard. He's putting in 1.5 spoonful of mustard along with ginger garlic paste. We did add it at the beginning.
he's going to put in the rest of the onion that he has sliced. That's 5 onions. He just put in few slices when he was cooking in the cooker. The rest of it all goes in. So right now, to help this process, he's going to put in half a teaspoon of salt. Just half a teaspoon, just to get that onion sauteed well. He's going to put in the tomatoes. The onion has sauteed well. He's going to put in about 2 tomatoes, slices, along with curry leaves, fresh curry leaves. ഇത് എത്ര നേരം സോട്ടേ ചെയ്യേണ്ടി വരും? ഇങ്ങനെ വഴറ്റേണ്ടി വരും? ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ്. ഇതിങ്ങനെ വഴറ്റുന്നതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഇത് അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുമോ മാത്രമേ ഉള്ളൂ? അത് ഗ്രേവിക്ക് ഇച്ചിരി കൂടെ തിക്നെസ് കിട്ടുമോ? അങ്ങനത്തെ അതിനും കൂടിയാണ് അല്ലേ? ചേട്ടൻ എത്ര നാളാണ് ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇത് സാധാരണ ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഒരു 10-11 വർഷത്തോളം കുറേ കുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഇവിടെ വെറൈറ്റി വേറെ എന്തെങ്കിലും ഉണ്ടാക്കുമോ? ചില്ലി ഗോബി, ചില്ലി ചിക്കൻ. അതെ, അത് വരുന്ന ടൂറിസ്റ്റിന്റെ പ്രിഫറൻസ് അനുസരിച്ച്. ഓക്കെ, എല്ലാ ടൈപ്പ് ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. അതും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്, കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കുകയല്ലല്ലോ? അല്ല. ഓക്കെ, കുക്ക് പെട്ടെന്ന് മാറിപ്പോയോ? ഈ ചേട്ടൻ്റെ മുഖം ഒന്ന് കാണിച്ചത് ഇങ്ങോട്ട് നോക്ക്. ഇതാരാ നോക്കിക്കോടെ? ഇതാണ് നമ്മുടെ ജിമ്മിച്ചായൻ. ജിമ്മിച്ചായനെ വിളിച്ചാൽ മതി, നിങ്ങൾക്ക് നല്ലൊരു ഹൗസ് ബോട്ട് ശരിയാക്കി തരും. ജിമ്മിച്ചായനും ഉണ്ട് ഒരു ബോട്ട് കേട്ടോ. ജിമ്മിച്ചായ, ഇത് ജിമ്മിച്ചായൻ്റെ ബോട്ടാണോ? ആണല്ലേ? ഓണർ കേൾക്കണ്ട കേട്ടോ. അല്ലേ? അല്ല, സത്യമായിട്ടും ഇവിടെ നിറയെ ഹൗസ് ബോട്ടുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഒരു യൂണിറ്റിയാണ്. അപ്പോൾ എല്ലാവരും സ്വന്തം വീട് മാതിരിയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഷെയറിങ് ആണ്. Meaning, Kumarakom is a unity place, meaning they all share the spot. They share the energy. They know everybody here. There's about 3,000 people living on this island, so it's their home. Appa chef maran poana. Our main cook is going to be guiding our Junmi Chayan. Only the potatoes and carrots. So, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? മല്ലിപ്പൊടി. മല്ലിപ്പൊടി എന്തായാലും മല്ലിപ്പൊടി ഒരു 2.5 സ്പൂൺ പോകും. 2.5 സ്പൂൺ. സോ ഇത് ഗ്രേവി തിക്കാക്കാനൊക്കെയാണോ? So he's just put in 2.5 tablespoon of coriander powder. That's the thickening agent for our gravy, along with 1 tablespoon of red turmeric powder. So that is garam masala, the spices that he ground into somewhat chunks. He's just putting in about 2 tablespoons of garam masala, and that is so that's star anise, cinnamon, cardamom, black pepper, fennel, jeera, cumin, and what else is there? That's about cloves. So that's about it. So he just ground. That's homemade garam masala, along with black pepper powder. One and a half teaspoon. So the spices is controlled by the green chili and the black pepper. So our star is going to enter. That's duck. All of the duck. Like I mentioned, it's about 3 pounds, almost 3 pounds of duck. So Jimmy Jaya,
How long have you been cooking? എത്ര നാളായി കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇതിന് നിലവിലെ ഹൗസ് ബോട്ട് ആയിട്ടൊരു 17 വർഷമായിട്ട് ഹൗസ് ബോട്ട് ഫീൽഡിലുണ്ട്. ഓ, അന്ന് തൊട്ട് ഇങ്ങനെ പകരത്തിന് ആൾക്കാർ വരുമ്പോൾ അപ്പൊ എല്ലാം ചെയ്യും, ഓൾ ഇൻ ഓൾ ആണ്. എന്തൊക്കെ ചെയ്യൂടെ? എല്ലാമായിട്ട്, അതായത് ഓരോ ഗസ്റ്റിന്റെ അനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങളില്ല. അപ്പൊ ജിമ്മിച്ചേനെ വിളിച്ചു കഴിഞ്ഞാല് നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ടി എന്ത് കാര്യങ്ങളും ഇവിടെ സാധിച്ചെടുക്കാം അല്ലേ? കള്ളിന് കള്ള്, ഇറച്ചിക്ക് ഇറച്ചി, എൻ്റർടൈൻമെൻറ്റ് മീനിങ് ഇങ്ങനെ ക്ലാസിക്കൽ ഡാൻസ്, മോഹിനിയാട്ടം, തിരുവാതിര അങ്ങനെയൊക്കെ ചെയ്തു തരുമോ? ഇവിടെ കൾച്ചറൽ ഡാൻസ് ഒക്കെ പെർഫോം ചെയ്യുമോ? ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒന്ന് വീതം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അത് കൂടാതെ വേണമെങ്കിൽ ചില ഗസ്റ്റിന് വേണ്ടിയിട്ട് ബോട്ടിൽ തന്നെ ചെയ്യാറുണ്ട്. മോഹിനിയാട്ടം, കഥകളിയൊക്കെ ചെയ്യും അല്ലേ? ഭരതനാട്യമൊക്കെ ചെയ്യും അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇതിനകത്ത് എന്താ ബാക്കി ചെയ്യാനുള്ളത്? തേങ്ങാപ്പാൽ ഒഴിക്കണം. ഓക്കെ, അപ്പോൾ തേങ്ങാപ്പാൽ രണ്ടാം പാലാണോ ഒഴിക്കാൻ പോകുന്നത്? സോ ഓക്കെ, തിള വന്നതിന് ശേഷം നമ്മൾ ഒന്നാം പാലൊഴിക്കും. ഓക്കെ, അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിരിക്കും അല്ലേ? സോ ഹീസ് pouring in the second press of coconut milk. സോ ഈ രണ്ടാം പാൽ എടുക്കുന്നത് അരച്ചെടുത്തതിനകത്തോട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തില്ലേ, അതിനകത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട്, അപ്പോൾ വെള്ളത്തിന് എന്തോരം വേണമെന്ന് വല്ലതും ഉണ്ടോ? വെള്ളത്തിന് ഒരു 2 ഗ്ലാസ് വെള്ളം. ആദ്യത്തെ പാല് എടുക്കുന്നത് ഒരു 1.5 ഗ്ലാസ് അല്ല 1.25 ഗ്ലാസ് വെള്ളം. 1.25 ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് ആ മിക്സിക്കകത്തോട്ട് അടിക്കുമ്പോൾ 1 തൊട്ട് 1.25 ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് ആദ്യത്തെ ഒന്നാം പാല് കിട്ടും. രണ്ടാമത്തെ പാലും അതിനെ കുറച്ചും കൂടെ കൂട്ടണം. അപ്പൊ അത് മിക്സിക്കകത്ത് ഒരു സാധാരണ അടിക്കുന്ന പോലെ അടിച്ചാൽ മതിയോ? അതെ അതെ, അതുപോലെ അടിച്ചിട്ട് പിന്നെ അത് റെഡിയാക്കി എടുത്താൽ മതി അല്ലേ? പിഴിഞ്ഞ് ഇവിടെ ഇപ്പം നല്ല ചൂടാണല്ലേ? ഇതാണ് നിങ്ങൾ ശരിക്കും ഇത്രയും ചൂട് വരാറുണ്ടോ? ഇതിപ്പം ഇവിടെ മഴ കുറവായത് കൊണ്ടാണ്. മൺസൂൺ സീസണിലും മഴ കുറവാണ്. അപ്പൊ ശരിക്കും ഇത് നല്ല സീസൺ അല്ല, നിങ്ങൾക്ക് ഹൗസ് ബോട്ടിന്റെ സമയം അല്ല. ഓക്കെ, ഞങ്ങളുടെ ലക്ക്, അവർക്ക് നിർഭാഗ്യം എന്ന് പറയാം. പക്ഷെ ഞങ്ങൾക്ക് നല്ല റെസിപ്പി കിട്ടാനായിട്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇവർ തിരക്കിലല്ലോ, നമുക്ക് വേണ്ടി പ്രത്യേകം ഇങ്ങനെ ഒരു ഹൗസ് ബോട്ട് അറേഞ്ച് ചെയ്ത് തരികയും അതിനകത്ത് സൂപ്പറായിട്ട് നല്ല കറികൾ, ഒത്തൻറ്റിക് ആയിട്ടുള്ള കേരള ഡിഷസ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്ന ഈ 2 ചേട്ടന്മാരെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ചേട്ടൻ്റെയൊക്കെ പേരും നമ്പറും ഒക്കെ ഒന്ന് പറഞ്ഞോളൂ. നമ്മുടെ ചേട്ടന്മാർക്ക് അങ്ങനെ വിളിക്കണമെങ്കിലോ ചേച്ചിമാർക്കൊക്കെ വിളിക്കണമെങ്കിലോ? എൻ്റെ പേര് ജിമ്മിച്ചൻ മാലിക്കാഴ്ചറ എന്നാണ്. എൻ്റെ ഫോൺ നമ്പർ 98 95 11 5202. Okay. This will be subtitled under this video, so stay tuned for that. My name is Bobby. 9995674147 മൊബൈൽ നമ്പറാണ്. ചേട്ടൻ്റെ ഫുൾ നെയിം പറയോ? എൻ്റെ പേര് വീട്ടിൽ വിളിക്കുന്നത് ബോബി എന്നും സർട്ടിഫിക്കറ്റ് നെയിം വർഗീസ് എന്നുമാണ്. അപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടാൻ ഇഷ്ടം? സാധാരണ ബോബി എന്ന് അറിയപ്പെടുകയുള്ളൂ. ബോബി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. ഓ, തിള വന്നു. So after he poured the second press of coconut milk, it's come to a boil. Let's pour in our first press of coconut milk. ഒന്നാം പാൽ ഒഴിക്കുക. ക്ലോസ് ചെയ്യും. ഒന്നാം പാലാണ്. Okay, so that's first press of coconut milk. Okay. That's organic. ഞങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ക്യാനിലെ തേങ്ങാപ്പാൽ കിട്ടുന്നത്. കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒന്നാം പാലും രണ്ടാം പാലും എന്നൊക്കെ പറയുന്നത് ഒറ്റ ക്യാനില. പാക്കറ്റ് അല്ല, ഫ്രോസൺ കോക്കനട്ടാണ്. തേങ്ങ ചിരണ്ടി ഇത് നമുക്ക് ഫ്രോസൺ കിട്ടും. പിന്നെ തേങ്ങ പാലെന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാനിൽ വാങ്ങാൻ കിട്ടും. കറക്റ്റ്. നമ്മുടെ മെയിൻ ആൾ വരുന്നുണ്ട്. കറിവേപ്പില, ഗാർണിഷിങ് വിത്ത് ഫ്രഷ് കറി ലീവ്സ്. ബ്യൂട്ടിഫുൾ. I am happy. Are you happy? Yeah. Very happy? Very happy. അടിപൊളി. Chef, are you happy? Yeah, I'm happy. Very happy? Yeah. അടിപൊളി. Okay.